വെറും സെക്കൻഡ്സ് കൊണ്ട് എങ്ങനെ ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മളൊക്കെ ക്ലാസ്സുകൾ എടുക്കാൻ മീറ്റിംഗ്സിനൊക്കെ വേണ്ടി പോകുമ്പോൾ നമുക്ക് വലിയൊരു സമയം പവർ പോയിന്റ് പ്രസന്റേഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാറുണ്ട്. ഇതെങ്ങനെ ഒരു എയുടെ സഹായത്തിൽ ഒരു മിനിറ്റിന് താഴെ സമയം കൊണ്ട് എങ്ങനെ ബിൽഡ് ചെയ്യുക എന്നുള്ളത് ഒന്ന് നോക്കി വരാം. നമുക്ക് ഫസ്റ്റ് വേണ്ടത് കണ്ടന്റ് ആണ്. അപ്പോൾ അതിന്റെ കണ്ടന്റ് നമ്മുടെ റിക്വയർമെന്റ്സിനനുസരിച്ചുള്ള കണ്ടന്റ് നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യണം. ദെൻ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ChatGPT ആണ്. ChatGPT ന്ന് നമുക്കൊരു കണ്ടന്റ് ബിൽഡ് ചെയ്യാം. നമ്മളിവിടെ ഒരു പ്രോംപ്റ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്കിവിടെ കണ്ടന്റ് കിട്ടിയിട്ടുണ്ട്. ദെൻ നമുക്ക് ഈ കണ്ടന്റ് കോപ്പി ചെയ്യാം. ദെൻ നമ്മൾ പവർ പോയിന്റ് പ്രസന്റേഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂൾ എന്ന് പറയുന്നത് ഗാമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂളാണ്. ഇതാണ് ആ ടൂൾ വരുന്നത്. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ്. ഇതിൻ്റെ പെയ്ഡ് വേർഷനും അവൈലബിൾ ആണ്. നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും ഉണ്ടാവുക. ദെൻ നമുക്ക് ഈ ഒരു ക്രിയേറ്റ് ബട്ടൺ കൊടുക്കാം. ഇവിടെ 3 ഓപ്ഷൻ ഉണ്ട്. നമുക്ക് നമ്മുടെ പ്രോംപ്റ്റ് ഇവിടെ കൊടുത്ത് കണ്ടന്റ് അടക്കം ഇവിടുന്ന് ജനറേറ്റ് ചെയ്യുന്ന രൂപത്തിൽ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഫയൽ അപ്ലോഡ് ചെയ്തിട്ട് ചെയ്യാം. നമ്മളിവിടെ ചെയ്യുന്നത് ഒരു ടെക്സ്റ്റ് പേസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ ChatGPT ന്ന് കോപ്പി ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യും. ദെൻ ഇവിടെ നമ്മുടെ ഒബ്ജക്റ്റീവ് ചോദിക്കുന്നുണ്ട്, നമുക്ക് എന്ത് ടൈപ്പ് ഓഫ് കണ്ടന്റ് ആണ് ബിൽഡ് ചെയ്യേണ്ടത് എന്നുള്ളത്. നമുക്ക് പ്രസന്റേഷൻ ആണ് ബിൽഡ് ചെയ്യേണ്ടത്. ദെൻ കണ്ടിന്യൂ കൊടുക്കാം. ഇനി നമുക്ക് അഡീഷണലി ഇൻഫർമേഷൻസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് കൊടുക്കാം. അതുപോലെ ഇവിടെ ഇതിനെ പലതരത്തിൽ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ വരുന്ന ഇമേജസ് ഇമേജസ് വേണോ അല്ലെങ്കിൽ ഇല്ലുസ്ട്രേഷൻസ് വേണോ എന്നൊക്കെയുള്ള രൂപത്തിൽ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഓട്ടോമാറ്റിക് കൊടുക്കാം. ദെൻ നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം. ഇനി അടുത്ത ഓപ്ഷൻ നമുക്ക് ആവശ്യമുള്ള തീം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ ഒരുപാട് ഡിഫോൾട്ട് ആയിട്ടുള്ള തീംസ് ഉണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു തീം ജസ്റ്റ് സെലക്ട് ചെയ്തേക്കാം. ദെൻ നമുക്ക് ജനറേറ്റ് കൊടുക്കാം. ജസ്റ്റ് സെക്കൻഡ്സ് മാത്രമാണ് നമുക്ക് ഈ ഒരു പ്രസന്റേഷൻ ബിൽഡ് ആവാൻ വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ ഇനി നമ്മുടെ ഈ പ്രസന്റേഷനിൽ എങ്ങനെ എഡിറ്റിംഗ്സ് വരുത്താം, ഇതിനെ എങ്ങനെ എക്സ്പോർട്ട് ചെയ്യാം, അതുപോലെ ഇത് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇതൊരു ഫ്രീ വേർഷൻ ആയതുകൊണ്ട് തന്നെ ഇതിൽ വരുന്ന വാട്ടർമാർക്ക് എങ്ങനെ റിമൂവ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം.